നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോൾ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി അതൊരു ലേഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പാരൻസ് ആരെങ്കിലും, അല്ലെങ്കിൽ ആ പാരന്റിന്റെ സ്ഥാനത്തുള്ള വ്യക്തികളോ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ അവരെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു പേരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടു പേരും സ്പിരിച്വലി മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പിരിച്വലി മൂവ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരു സാഹചര്യമാണ്. നിങ്ങൾക്ക് പഴയ പോലെ മുന്നോട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ആ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ്. ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ അതിലെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് കാണുന്നത്. ദാറ്റ് മീൻസ് എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്താണോ കുറവുള്ളത്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. എന്തിന്റെ പേരിലാണോ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്, ആ ഒരു റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കുറവ് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. എങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ ഒരു ബ്ലോസമിങ് അബൻഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും. ഈ വ്യക്തിക്ക് ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യവുമായിട്ടോ ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ അവർക്ക് ആ കാര്യം തുറന്നു പറയാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ നിങ്ങളെ അവർക്ക് മറ്റൊരു കാര്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനും അവർക്ക് കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. അത്രമാത്രം അവർ മാനസികമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു കറണ്ട് എനർജി ആയിട്ട് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ആൻസർ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, യെസ്, ഒരു ന്യൂ ബിഗിനിങ് ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളോട് പറയാനും അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സ്റ്റക്നെസ് എല്ലാം മാറി ഒരു ന്യൂ സ്റ്റാർട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പിണക്കങ്ങളെല്ലാം മാറി ഒരുമിച്ചുള്ളൊരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ബ്രൈറ്റ്നെസ് വീണ്ടും ലൈഫിൽ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഡാർക്ക്നെസ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിലൊരു വെളിച്ചമായിട്ട് നിങ്ങൾ തിരികെ അവരുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യം അവരായിട്ട് നിങ്ങൾക്ക് തന്ന ഒരു വേദന തീർച്ചയായിട്ടും അത് നിങ്ങൾ തരണം ചെയ്യും. അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, എന്ന് അവർ നിങ്ങളോട് പറയുന്നു. കാരണം അവരായിട്ട് തന്ന ഒരു പെയിനാണ്. നിങ്ങൾ ആ ഒരു പെയിൻ ഹീൽ ചെയ്യാൻ അവർക്ക് കഴിയും എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ആൻഡ് ദിസ് കുഡ് ബി ദ വൺ. ഓക്കെ, ഈ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ പലർക്കും ലൈഫ് പാർട്ട്ണറായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. റീച്ചിങ് ഔട്ട്. ഓക്കെ, മേ ബി അവർ നിങ്ങളെ കോൾ ചെയ്യാനോ ടെക്സ്റ്റ് ചെയ്യാനോ ഉള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ, നിങ്ങളെ അവർ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് അവർ മനസ്സിലാക്കുന്നു. ആൻഡ് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ. ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അവരുടെ
വേദന അവർ ഒരുപാട് ഒളിപ്പിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് തിങ്കിങ് അബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവരുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം നിറയുന്നത്, പുഞ്ചിരി വിടരുന്നത്. ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം. ഓക്കെ, എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെക്കുറിച്ച് ഡ്രീം കാണുന്നു. ഓക്കെ, ആൻഡ് ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 പോസിബിലിറ്റീസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും എന്നുള്ളത്. ഇത് ജനറൽ റീഡിംഗ് ആണെങ്കിൽ പോലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു മെസ്സേജ് ആ വ്യക്തി നിങ്ങൾക്ക് നൽകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജസ്. ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം. നമ്പർ 1, 25, ലെറ്റർ G, ജൂലൈ മന്ത്, ഹീലർ. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം. 23, 42, വിത്തിൻ 72 hours. ഓക്കെ, ഒരു പോസിബിലിറ്റി ആണ്. ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളാണ്. വൈറ്റ് കളർ. നമ്പർ 8, 27, നമ്പർ 4, ലെറ്റർ J, ലെറ്റർ H, നമ്പർ 9, ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഉണ്ട്. ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട്. ലെറ്റർ E, ലെറ്റർ K, ലെറ്റർ P, നമ്പർ 11, ബ്ലൂ കളർ. 18, ഓക്കെ, കെയറിങ്, ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. 8, നവംബർ മന്ത്. 18, ലെറ്റർ T, ജൂൺ. 36, ഇതൊരു ഏജ് ആയിരിക്കാം. ലെറ്റർ S, 10 days, and 11, and finally ബ്ലൂ കളർ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ്.